ഹലോ, അപ്പോൾ എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നെയാണ് 2 മാസം കഴിഞ്ഞത്. വെക്കേഷൻ ഇന്നലെ തുടങ്ങിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയും ദിവസം നല്ല സുഖമായിരുന്നു. രാവിലെ ലേറ്റായിട്ട് എഴുന്നേറ്റാൽ മതി, മോർണിംഗ് റഷ് ഒന്നുമില്ല. പക്ഷേ ഇനി അങ്ങനെയല്ല, രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം, കാര്യങ്ങളൊക്കെ തീർക്കണം. അപ്പോൾ എനിക്ക് കൂടുതൽ കിച്ചണിൽ നിൽക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ രാവിലെ സമയം കേട്ടോ പ്രത്യേകിച്ച്. അപ്പോൾ രാവിലെ ഞാൻ മാക്സിമം കുട്ടികൾ പോകുന്നതിന് മുന്നേ തന്നെ ലഞ്ച് വരെ റെഡിയാക്കാനായിട്ട് നോക്കാറുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈസി ആക്കാൻ വേണ്ടിയിട്ട് രാവിലത്തെ ഒരു 5 AM റുട്ടീൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു വെക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ തലേ ദിവസം ഞാൻ അരി ഇഡ്ലിക്ക് അരച്ച് വെക്കുകയാണ്. അതിന് ഞാൻ 2 കപ്പ് ഇഡ്ഡലി അരിക്ക് 1 കപ്പ് ഉഴുന്ന് കുറച്ച് ഉലുവയും കൂടിയിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചു. കടല അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ കറുത്ത കടലയും വെള്ളക്കടലയും ഞാൻ ഇതുപോലെ ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ കുതിരാനായിട്ട് അത് വെച്ചു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇതാണ് ചെയ്തത്. അപ്പോൾ എന്നാൽ എനിക്കൊരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ അരച്ച് വെക്കാമെന്നുള്ളൊരു ഇതിലും കൊണ്ട് രണ്ടും അത് കുതിരാനായിട്ടും അതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് കരിവേപ്പിലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ശരിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെ എന്താ പറയുക, ഇതെല്ലാം കഴുകാനും പിടിക്കാനായിട്ടൊന്നും നിൽക്കണ്ടല്ലോ. അപ്പം ഞാൻ മല്ലിയില പുതിനയിലൊക്കെ തലേ ദിവസം തന്നെ ഒക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇത് കരിവേപ്പില സാധാരണ ഞാൻ കഴുകിയിട്ട് തുടച്ചിട്ട് ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാറാണ്. അപ്പോൾ വീഡിയോയും കൂടി ചെയ്യാനുള്ളതിനെ കൊണ്ട് ഇത് ഉണക്കി വെക്കാറുണ്ട് ഞാൻ. ചിലപ്പം അതും കൂടി ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അതേപോലെ ഫ്രിഡ്ജും നന്നായിട്ടൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. ഒക്കെ കൂടി ഇങ്ങനെ ആകെ മെസ്സായിട്ടുണ്ടായിരുന്നു. വെക്കേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയതിന് ശേഷം ഞാൻ ഉള്ള ഫുഡ് അപ്പം വേണ്ട ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാക്കാറുള്ളൂ, കൂടുതലായിട്ട് ഉണ്ടാക്കാറില്ല. പിന്നെ അത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ട് അത് എടുത്ത് കളയാറാണ് പതിവ്. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് മാക്സിമം ഞാൻ എല്ലാം ആവശ്യത്തിനേ ഉണ്ടാക്കാറുള്ളൂ. അപ്പം പച്ചക്കറിയൊക്കെ വെക്കുന്ന ഇതൊന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പേപ്പർ ബാഗ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാനൊരു ബോക്സ് പോലെ ആക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ പെട്ടെന്ന് സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അത് പിന്നെ കുറേ സമയം ലാഭിക്കാനായിട്ട് പറ്റും. അപ്പം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പം പണ്ട് മുന്നേയൊക്കെ ഞാൻ അവിടെ വന്ന സമയത്ത് ഒരുപാട് പച്ചക്കറി ഞാൻ വാങ്ങി വെക്കും, എന്നിട്ട് കുറേ എണ്ണം കേടായിട്ട് കളയാറാണ്. അപ്പം ഇപ്പം ഞാൻ കറക്റ്റ് ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി മാത്രമേ വാങ്ങുള്ളൂ. ഏകദേശം ഒരു മീൽ പ്ലാൻ എൻ്റെ മനസ്സിലുണ്ടാവും. അത് വെച്ചിട്ടുള്ള പച്ചക്കറി മാത്രമേ ഞാൻ വാങ്ങാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ കേടായി പച്ചക്കറി കളയുന്നത് ഒരുപാട് എനിക്ക് കുറയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഫ്രൂട്ട്സിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ചില ഫ്രൂട്ട്സ് ഒന്നും കുട്ടികൾ കഴിക്കില്ല, അതിന് ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ ആ ഒരു ഈ വീക്കിന് യൂസ് ചെയ്യാനുള്ളത് മാത്രമായിട്ട് വാങ്ങും. അപ്പം വെറുതെ കേടായി കളയണതൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതേപോലെ ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ മിനിമലാക്കി, പണ്ടത്തെ പോലെ കുത്തി നിറയ്ക്കണതൊക്കെ ഒഴിവാക്കിയപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള സാധനം എനിക്ക് ആവശ്യത്തിന് കിട്ടുകയും ചെയ്യും. ഒരുപാട് വേസ്റ്റേജ് കുറയ്ക്കാനായിട്ടും എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രിഡ്ജെല്ലാം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഈ ഓർഗനൈസ് ചെയ്ത സംഭവങ്ങളൊക്കെ ഇതിലേക്ക് വെക്കുകയാണ്. അപ്പം രാവിലത്തെ മെയിൻ ഒരു സാധനമാണ് ഈ ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ നന്നായിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് പെട്ടെന്ന് ഫ്രിഡ്ജിൽ നിന്നാണ് കിട്ടുക കേട്ടോ, ഐഡിയ ഒക്കെ. അതേപോലെ അടുത്തത് ഞാൻ ചെയ്തത് കുട്ടികളുടെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ചു. ബുക്സാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കളർ പേപ്പേഴ്സ്, പെന്ന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നാളത്തേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളുടെ ഒരു ലിസ്റ്റും ചെറുതായിട്ടൊന്ന് ഉണ്ടാക്കി വെച്ചു. മുന്നെയൊക്കെ ഞാൻ ഒരാഴ്ചത്തേക്കൊക്കെ ഉള്ള മീൽ പ്ലാൻ തന്നെ എഴുതി വെക്കുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കത് നടക്കുന്നേ ഇല്ല. കാരണം ഇവർ കുറച്ച് വലുതായതിനു ശേഷം ഓരോ ദിവസം ഇവർക്ക് ഓരോന്ന് കഴിക്കാൻ തോന്നും. അപ്പം ഞാൻ ഉണ്ടാക്കി വെച്ച പ്ലാനൊന്നും ചിലപ്പോൾ അവർക്കത് അയ്യോ ഇന്ന് ഇത് വേണ്ട എന്നൊക്കെ പറയും. അതുകൊണ്ട് ഞാൻ അന്നുള്ളതാക്കിയിട്ട് ഇപ്പം മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ ജനറലി ഉള്ള ഇവർക്കൊക്കെ കോമൺ ആയിട്ടുള്ള ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഞങ്ങൾ വാങ്ങാറുള്ളത്. അപ്പം അവർക്ക് ഒരു എന്താ പറയുക സെറ്റ് ഓഫ് ഫുഡ് ഇഷ്ടമാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് സാധനം വാങ്ങുകയും ചെയ്യും. പിന്നെ സ്കൂൾ തുറന്നതിനെ കൊണ്ട് ഈ ഒരു ഷെൽഫിൽ മൊത്തമായിട്ട് അവരുടെ സ്റ്റേഷനറി സാധനങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ച് കൊടുത്തു. ഇനി അസൈൻമെൻറ്റും കാര്യങ്ങളും ഡെയിലി ബേസിൽ വരും. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് സാധനം കിട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ നട്ട്സ് വെച്ചിട്ട് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എനർജി ബോൾസൊക്കെ ഉണ്ടാക്കി കൊടുക്കാറാണ്. ഇവർ നട്ട്സ് കഴിക്കാൻ കുറച്ച് മടിയാണ്.
അപ്പം ഇന്ന് ഉണ്ടാക്കുന്ന ഒരു വാൾനട്ട് ഡേറ്റ്സിൻ്റെ ഒരു എനർജി ബോൾ പോലെയാണ്. അതിന് വേണ്ടിയിട്ട് വാൾനട്ട് ഒരു 2 കപ്പ് വാൾനട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പ് ഡേറ്റ്സ്. അതിന് വാൾനട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തു. അതിനുശേഷം ഈ ഒരു ഡേറ്റ്സ് ഇട്ടിട്ട് അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടണം. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുക്കുക. കുറച്ച് ടൈം എടുക്കും ഇത് രണ്ടും കൂടി മിക്സ് ആവാൻ. അപ്പോൾ ഒന്ന് മെല്ലെ മെല്ലെ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സുഖമായിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി മാറ്റാനായിട്ട് പറ്റും. അത് നമുക്ക് വേണമെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ കൊക്കോ പൗഡറിൽ റോൾ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ്. ഇവർക്ക് ഞാൻ രണ്ടും വലിയ താല്പര്യമില്ല, ഇത് മാത്രമായിട്ട് കഴിക്കാനാണ് കുറച്ചും കൂടെ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ അങ്ങനെ ആക്കാറില്ല. പക്ഷേ ഞാനിത് ജസ്റ്റ് വീഡിയോന് വേണ്ടി കാണിക്കുക കേട്ടോ. ഇതുപോലെ റോൾ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു തേങ്ങേൻ്റെ ഒരു കടിക്കുന്നതും കിട്ടും. അല്ലാതെ അത് വെറുതെ കഴിക്കാനും നല്ല രസമാണ്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറാണ്. ഒരു 7 ദിവസമൊക്കെ ആണ് മാക്സിമം എടുക്കും. അതിൻ്റെ ഉള്ളിൽ തന്നെ തീരും. അപ്പോൾ ഒരു ദിവസം ഒരു ബോൾ വെച്ചിട്ടോ 2 വെച്ചിട്ടൊക്കെയാണ് കഴിക്കാറുള്ളത്. അതിൽ കൂടുതൽ കഴിക്കാനും പറ്റില്ല, അത് നല്ല ഹെവിയാണ്. അപ്പോൾ അത്രേ കഴിക്കാൻ പറ്റൂ. അപ്പം അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ഇന്ന് രാത്രിയിലേക്ക് കടലക്കറിയാണ്. അപ്പോൾ കടലക്കറിക്ക് കുറച്ച് കടല ബാക്കി വെച്ച് ബാക്കി കടല പിറ്റേ ദിവസം ഉപ്പേരിയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് അതിനും മാറ്റി വെച്ചു. പിന്നെ വെള്ളക്കടല ഞാൻ വേവിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ വെള്ളക്കടലയിൽ കുറച്ച് ഉപ്പും വെള്ളവും ഒഴിച്ച് അത് ഒരു 4-5 വിസിലിൻ്റെ ഉള്ളിൽ വേവിച്ച് അതിൻ്റെ വെള്ളം കളഞ്ഞ് ഇതുപോലെ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ അതും അതെ ഒരു 3 ഡേയ്സിൻ്റെ ഉള്ളിലൊക്കെ ഇതും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ഈ വീട്ടിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും. എനിക്ക് എല്ലാത്തിലും വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് രാവിലെയൊക്കെ ഇരുന്ന് നന്നാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 3 വലിയ വെളുത്തുള്ളിക്ക് ഈ ഇത്ര പീസ് ഒരു ഇഞ്ചി എടുത്തു. അതിനുശേഷം ഇത് നന്നായിട്ട് കഴുകി നന്നായി തുടച്ച് അതിൻ്റെ വെള്ളം ഫുള്ളായിട്ട് കളയണം. എന്നിട്ട് വേണം നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ വെളുത്തുള്ളി മാത്രം ചെയ്തൊരു വീഡിയോയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടാണ് അടിച്ചത്. അപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചു സൺഫ്ലവർ ഓയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയില്ല, നമ്മളെ കയ്യിലുള്ളത് ഏത് ഓയിലാന്ന് വിചാരിച്ചാൽ നമ്മൾ കുക്കിങ്ങിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഓയിൽ അത് ഒഴിച്ചാലും മതി. നമ്മളിതിൽ വെള്ളം തീരെ പാടില്ല. അപ്പോൾ ആ ഒരു ഇഞ്ചിയിലും വെളുത്തുള്ളിയിലൊക്കെ വെള്ളം നന്നായിട്ട് പോകണം. പിന്നെ നമ്മൾ അടിക്കുന്ന മിക്സിയിലും അതേ ഒരു തുള്ളി വെള്ളം പാടില്ല. ഈ ഒരു എണ്ണയിൽ മാത്രം വേണം അത് അരച്ചെടുക്കാൻ. ഒരു 2 ടീസ്പൂണോ ഒരു വലിയൊരു ടേബിൾ സ്പൂൺ എണ്ണ ഉണ്ടെങ്കിൽ തന്നെ ഇത് സുഖമായിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ എടുത്ത് വെച്ചത് ഞാനൊരു മാസം വരെയാണ് മാക്സിമം യൂസ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് നിൽക്കും കേട്ടോ അതുവരെ. അപ്പം നമ്മൾ നേരത്തെ കുതിർത്താൻ വേണ്ടി വെച്ച അരി കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അരച്ചെടുക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും ചേർക്കാണ്ടാണ് അരച്ച് വെക്കാറ്. എനിക്കത് മിക്സിയിൽ തന്നെ നന്നായിട്ട് കിട്ടാറുണ്ട് സാധാരണ ഇഡ്ഡലിയും ദോശയൊക്കെ. പിന്നെ ഇവിടെ എല്ലാവർക്കും ദോശയാണ് കുറച്ചും കൂടി ഇഷ്ടം ഇഡ്ഡലിനേക്കാളും. അപ്പോൾ ഞാൻ അധികം ദോശയൊക്കെയാണ് അരയ്ക്കാറുള്ളത്. കുറച്ച് വെള്ളമാക്കിയിട്ട് അരച്ചെടുക്കാറാണ്. അപ്പം ഇത് തന്നെ അരച്ചതുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ഒരു സമാധാനമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്പീഡിൽ കാര്യം ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇവർക്ക് കുട്ടി ദോശയൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് അരച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇതിൽ ഞാൻ അല്ലാതെ ചോറോ അവിലോ അങ്ങനത്തെ ഒന്നും ചേർക്കാറില്ല. അങ്ങനെ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ, ചെയ്യുമ്പോൾ ട്രൈ ചെയ്യാറുണ്ട്. എൻ്റെ അമ്മ വീട്ടിലെ കൂടുതൽ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. അതുകൊണ്ട് ഇത് കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തതായിട്ട് ഇഡ്ഡലിപ്പൊടിയാണ്. ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇഡ്ഡലിപ്പൊടി. ഇപ്പോൾ ചെറുതായി ഇഡ്ഡലി ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ദോശേൻ്റെ കൂട്ടത്തിൽ കുട്ടി ദോശയായിട്ട് ഇത് കുറച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ യൂഷ്വലി ഉണ്ടാക്കാറുള്ളത് ഒരു എളുപ്പത്തിലുള്ള വഴിയാണ്. അരിയും അതേപോലെ നമ്മൾ ചോറിന് വെക്കുന്ന അരിയും ഉഴുന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. അരിയും ഉഴുന്നും ഈക്വൽ എമൗണ്ടിൽ എടുക്കുക. 1 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്ന്, അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം.
കരിവേപ്പില ഒരു മസ്റ്റാണ് കേട്ടോ. ഇതിൽ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ മസ്റ്റായിട്ട് ചേർക്കണം. അപ്പം കരിവേപ്പിലയും കൂട്ടിയിട്ട് ഞാൻ നന്നായിട്ട് വറുത്തെടുക്കുകയാണ്. വറുത്തിട്ട് അതിങ്ങനെ അരി പൊട്ടി പൊട്ടി വരും, അതാണ് അതിൻ്റെ ഫോം. അപ്പം അരി നന്നായിട്ട് പൊട്ടി വരാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ വറുത്തത് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നമ്മൾ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ പൊടിയും കൂടി ചേർക്കണം, അത് മസ്റ്റായിട്ട് വേണം, അതാണ് ഇതിൻ്റെ ഫ്ലേവർ. അപ്പോൾ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു കായം മതി, അത് കുറച്ച് കായം വേണം, പക്ഷെ തീരെ കുറയരുത്. അങ്ങനെ നമ്മളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഉപ്പും കൂടെ ചേർത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു ചൂടിൽ തന്നെ ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ പൊടിച്ചെടുത്തിട്ട് നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം. ഇത് ഞാൻ കുറേ കാലം യൂസ് ചെയ്യാറുണ്ട്, ഒരു 2 മാസമൊക്കെ. ഞാൻ ഈ ഒരു ബാച്ച് എനിക്ക് 1 മാസമൊക്കെ നിൽക്കുള്ളൂ, ഇവർക്ക് പെട്ടെന്ന് എടുക്കും. ഞാൻ ചില സമയം കൂടുതൽ ഉണ്ടാക്കി വെക്കും, ഒരു 2 മാസത്തേക്കൊക്കെ ഉള്ളത് ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതിന് മുന്നേ ഞാൻ ആദ്യം ചെയ്തത് ഡ്രസ്സുള്ള വാർഡ്രോബ് ഒന്ന് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. ഇവരുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. എന്നാലും നല്ല സുഖമാണ് കേട്ടോ, അത് കാണാൻ. 2 ദിവസം കൊണ്ട് പോകും, എന്നാലും നമുക്ക് പെട്ടെന്ന് എല്ലാം കയ്യിൽ കിട്ടുന്ന ഒരു ഇതുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.